അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ തലശ്ശേരി കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കക്കറോട്ടി അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തൽ, കുഞ്ഞുറോട്ടി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. തിന്നാൽ പൂതി മാറില്ല, നിങ്ങൾ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് ഉണ്ടാക്കാൻ കുറച്ചൊരു പണിയുള്ളുണ്ട്, എന്നാലും ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ നമ്മുടെ അരിയില്ലേ, ചോറ് വെക്കുന്ന പൊന്നിയരിയോ അല്ലെങ്കിൽ കുറുവരിയോ അതെന്ത് വേണമെങ്കിലും എടുക്കാം. അതൊരു 2 കപ്പ് അളവിൽ ഞാൻ തിളച്ച വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നല്ല പേസ്റ്റ്, നല്ല മയത്തിൽ അരച്ചെടുത്തതാണ്. ഞാനിപ്പോൾ മിക്സിയിലാണ് അരച്ചെടുത്ത്, എൻ്റെ അടുത്ത് ഗ്രൈൻഡർ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുത്താലും മതി. അപ്പോൾ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങ, അതിൽ ഒരു 1/4 മുറി വലിയ ഉള്ളിയിലെ അത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ അരക്കണമെന്നൊന്നുമില്ല, ഏകദേശം നന്നായി ഉള്ളിയെല്ലാം അരിഞ്ഞ് കിട്ടുന്ന രൂപത്തിൽ അരച്ചെടുത്താൽ മതി. അങ്ങനെ അരച്ചെടുത്തത് ഞാനിപ്പോൾ ഈ അരിൻ്റെ മാവിലെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അരക്കുന്ന സമയത്ത് ഈ തേങ്ങയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സാക്കിന്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ എല്ലാം മിക്സായ ശേഷം ഞാനിവിടെ കുറച്ച് പത്തൽപ്പൊടി, ഒറോട്ടിപ്പൊടിയില്ലേ, ഒന്നുകിൽ നമുക്ക് വാങ്ങാൻ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ സാധാ അരി കഴുകി ഉണക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ മലബാർ പത്തൽപ്പൊടിയാണ് ഇതിൽ ചേർത്തത്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. എല്ലാം മിക്സാകുന്ന രീതിയിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യണേ. കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന രീതിയിലില്ലേ, അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് അത് 2 കൈയിലും തടവി കൊടുത്തിട്ട് ചെറിയ ബോളാക്കിയിട്ട്, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ ആ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയിട്ട് നടുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു അലുമിനിയം ഫോയിലിൽ ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആവിച്ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ വാഴയില ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വാഴയില കിട്ടുവാണെങ്കിൽ അതിൽ വേവിച്ചെടുക്കുന്ന ഏറ്റവും ബെസ്റ്റ്. വാഴയിലേൻ്റെ ടേസ്റ്റെല്ലാം കൂടി ആവുന്നേരം അടിപൊളിയായിരിക്കും. അപ്പം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഞാൻ നമ്മൾ ആവിച്ചെമ്പിൽ വെച്ച് കൊടുത്തിന്. അത് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലോണം വെന്ത് കിട്ടും. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് വേവിച്ചെടുത്തത്. നമുക്ക് ഒരു തവണ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, വേവിച്ചെടുക്കുക. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വേർതിരിച്ചെടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒരു കിണ്ണത്തിലോ പാത്രത്തിലോ ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, ഈ കക്കറോട്ടിക്ക് വേണ്ടിയിട്ട് മസാല, അതായത് ബീഫ് കറി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് 4 വലിയ സൈസിലുള്ള ഉള്ളി അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്തിന്. പെട്ടെന്ന് വാടിക്കിട്ടാൻ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന്. കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് അത് ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത്, ഒന്ന് കളറെല്ലാം മാറി വരുന്ന സമയത്ത് 2 മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ചിന്. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട മല്ലിയില ഒന്ന് വറുത്തെടുക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് അടി കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം, ചൂടാക്കി എടുക്കണം. നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കരിഞ്ഞു പോകണ്ട. ചെറിയ തീയിൽ മാത്രം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഈ ചൂടോടുകൂടി തന്നെ, ഈ ചൂടിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണ്
മുളക് പൊടിയും കാശ്മീരി ചില്ലിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചിക്കൻ മസാല ബീഫ് മസാല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. ബീഫ് മസാല എന്ന് ഉദ്ദേശിച്ചത് മീറ്റ് മസാലയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച മസാലപ്പൊടികളില്ലേ അതിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നല്ലോണം മിക്സായ ശേഷം ഞാനിവിടെ ബീഫ് കുക്കറിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിന്. അത് വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അങ്ങനെയല്ല, നിങ്ങൾ വേവിക്കാത്ത ബീഫാണ് ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. കുറച്ചധികം സമയം വെന്ത് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അധികം വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല, കാരണം ഞാൻ വേവിച്ച ബീഫാണ് അതിലിട്ട് കൊടുത്തിന്. നമുക്ക് കറിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. 1 കപ്പ് തേങ്ങയും 1/4 മുറി ഉള്ളിയും, 1/4 വേണ്ട, അതിൻ്റെ പകുതി ഉള്ളി, പിന്നെ ഓരോ നുള്ള് വലിയ ജീരകവും ചെറിയ ജീരകവും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ഏലക്കായും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലെടുത്ത് വെക്കണം. നമ്മളെ കറി ഏകദേശം ഇവിടെ റെഡിയായി വന്നിന്. ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീയില്ലേ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിന്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/4 മുറി 1/4 കഷ്ണം വലിയ ഉള്ളിയിലെ അത് ചെറുതായി അരിഞ്ഞിട്ട് ഈ ഓയിലേക്ക് ഇട്ട് കൊടുത്തിന്. അത് ഒന്ന് മൂപ്പിച്ച് എടുക്കണം. കളറൊന്നും മാറണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ആ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച നമ്മൾ പത്തിലിലെ കുഞ്ഞു റൊട്ടി അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് നല്ലോണം മിക്സായി വന്ന ശേഷം നമ്മൾ കറി മുഴുവനായി തന്നെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള പ്രചോദനം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഈ ഒരു രീതിയിൽ കിട്ടും. ഇതിലേക്ക് മല്ലിയിലയും കൂടി ചെറുതായി അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി കക്കറോട്ടി റെഡിയായി. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.